ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഒരു കുമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സാധാരണ കുമ്പിളല്ല, സ്പെഷ്യലാണ്. അരിപ്പൊടി, ചക്കപ്പഴം, കുമ്പിളല ഇതൊന്നും ഇല്ലാതെ ഒരു സ്പെഷ്യൽ കുമ്പിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻസിന് വരെ സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കുമ്പിളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് അതൊന്നും ട്രഡീഷണൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റ് ട്രഡീഷണൽ ടേസ്റ്റ് തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ സാധാരണ കുമ്പിളിൻ്റെ ടേസ്റ്റിലും അതേ ഷേപ്പിലും ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ കുമ്പിള് ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്ത പഴമാണ്. അത് റോബസ്റ്റ പഴമോ പാളയംകോടനോ പൂവനോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്, പിന്നെ ശർക്കര, പിന്നെ ഒരു മുറി തേങ്ങ. ഇത്രയാണ് വേണ്ടിയത്. ശർക്കര ഈ ഡ്രൈ ഗ്രൈൻഡറിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ ഒരലിലോ വല്ലതും ഇടിച്ചെടുക്കാം. പഴം ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഒരലിൽ ഇടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ പഴം ഇടുന്നില്ല കേട്ടോ. അത് നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കറയുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് കുറച്ച് വരും. അത് ഇതുപോലെ തന്നെ മാഷ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഗോതമ്പ് പൊടി മീഡിയം ഫ്ലെയിമിൽ പൊടിയെല്ലാം നന്നായിട്ട് ചൂടാവുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയൊരു വറുത്ത സ്മെല്ല് വരണം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ശകലം പോലും ഹൈ ഫ്ലെയിമിൽ ഇടല്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. എല്ലാം ഒരേ അളവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വറുത്ത ഗോതമ്പ് പൊടി, മാഷ് ചെയ്ത പഴം, ഒരു അളവ് റവ, ചൂടാക്കിയ റവയാണ് നല്ലത്, അല്ലെങ്കിലും സാരയില്ല, ചെറുകിയ തേങ്ങ, പൊടിച്ച ശർക്കര, പിന്നെ കുറച്ച് മസാലകൾ വേണം. ജീരകവും ഏലക്കയും ചുക്കും, 1 ടീസ്പൂൺ ജീരകം, 5-6 ഏലക്ക, 1 ഇഞ്ച് ചുക്ക്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ശകലം പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഇത് കുഴയ്ക്കാനായിട്ട് ശകലം പോലും വെള്ളം ഉപയോഗിക്കുന്നില്ല. ഈ പഴച്ചാറിൻ്റെയും പിന്നെ ഈ തേങ്ങയിലുള്ള തേങ്ങാപ്പാലിൻ്റെയും അതിൻ്റെ നനവ് കൊണ്ടാണ് നമ്മൾ മൊത്തം കുഴച്ചെടുക്കുന്നത്. നമ്മൾ ഈ പറയുന്ന അളവിലെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ശകലം പോലും വെള്ളം ചേർക്കേണ്ടി വരികയില്ല. പഴവും ഈ ശർക്കരയും കൂടി ആകുമ്പോൾ അതും അലിഞ്ഞ് നല്ല പോലെ വാട്ടറി ആവും. നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസി തന്നെ ഇത് കിട്ടുന്നതാണ്. ഒരു ശകലം പോലും വെള്ളം ചേർക്കേണ്ടി വരികയില്ല. മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരാനായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് എളുപ്പം. ഇപ്പം ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടിയത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ചപ്പാത്തി മാവ് പോലെ അത്ര സ്റ്റിഫായിട്ടും അല്ല വേണ്ടത്. ഈ ലൂസായിട്ട് ഇതേ കൺസിസ്റ്റൻസി കിട്ടിയാൽ നല്ലത്. ഇനിയാണ് ഇതിനകത്തെ ഒരു രസം. നമുക്കിവിടെ ഇലയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചോളം ഉണ്ടല്ലോ, ചോളം പൊളിക്കുമ്പം കിട്ടുന്ന ആ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ ഇല എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി തുടയ്ക്കുക. എൻഡ് പാർട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കോൺ ഷേപ്പിൽ ഇത് നന്നായിട്ട് ചുരുട്ടി എടുക്കാനായിട്ട് സാധിക്കും. എനിക്കിത് വാഴയിലേക്കായാലും നന്നായിട്ട് തോന്നി കേട്ടോ. വാഴയില നമുക്കിതുപോലെ ചുരുട്ടണമെങ്കിൽ അത് ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോവും. പിന്നെ വാഴയിലയുടെ അത് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഫ്ലേവർ വരുമ്പോൾ ഒരു ഇലയുടെ ഒരു രുചിയിലോട്ട് മാറും. അപ്പോൾ ഈ കോൺ ആകുമ്പം അങ്ങനെ ഒരു പ്രത്യേക സ്മെല്ലൊന്നുമില്ല. നമ്മൾ ചേർക്കുന്ന ചേരുവയുടെ ആ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുമ്പിളിൻ്റെ അതേപോലെ ഇരിക്കും.
അപ്പോൾ നമ്മളൊരു 30-35 ഇല കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട്. ചോളത്തിൻ്റെ ഇലയാണിത്. 1-2 എണ്ണം എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒരു എൻഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് ഒരു കോൺ ഷേപ്പിലാക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടുന്നത്രയും മാവ് നിറച്ച് കൊടുക്കുക. പിന്നെ മറ്റേ എൻഡ് അകത്തേക്ക് എടുത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ഒന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ഒരു കുമ്പിൾ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കാണിക്കാം. ഇത് നമ്മൾ മടക്കി അകത്തേക്ക് വെച്ച് കൊടുത്താൽ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. അതിന് ഇറുക്കിൽ കുത്തുകയോ അങ്ങനെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അതിങ്ങനെ തന്നെ അത് ആ ഷേപ്പിലിരുന്നോളും, വിട്ടു പോരത്തൊന്നുമില്ല. ഞാൻ 10-35 എണ്ണം ഉണ്ടാക്കിയിട്ടും ഒരു പ്രശ്നമില്ലാതെ അത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കുമ്പിളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യാനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം എടുത്ത് ബോയിലായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കുമ്പിളെല്ലാം വെച്ച് കൊടുക്കാം. അരമണിക്കൂർ നമുക്കിത് കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം സ്റ്റീമറിൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് കുമ്പിളെല്ലാം അടുക്കി വെച്ച് അടച്ചു വെച്ച് അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. നമ്മൾ കേരളം വിട്ട് വെളിയിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും കുമ്പിളെല്ലാം ഇല്ലാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. വാഴയില പറഞ്ഞ പോലെ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു വിഭവമാണ്, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വിഭവമാണ് കുമ്പിളെന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാവർക്കും ഒരു ഹെൽപ്പായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാനും ഈ ചോളത്തിൻ്റെ ഇല വെച്ച് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇതേ അളവിൽ നമ്മൾ പറയുന്ന പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടെക്സ്ചറിലുള്ള കുമ്പിള് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഇല എടുത്ത് കളയാതെ അങ്ങനെ സെർവ് ചെയ്യാം, ഇലയോടെ സെർവ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ. എന്തായാലും അതിൻ്റെ മണവും രുചിയും ടെക്സ്ചറും കളറും എല്ലാം നമ്മുടെ നോർമൽ കുമ്പിൾ പോലെ ആയിരിക്കും. ഇത് പഴം കൊണ്ടാണെന്നോ എന്ന് ആർക്കും മനസ്സിലാകത്ത പോലുമില്ല. ഇത് ചക്ക കൊണ്ടാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുക. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഈസി കിടിലൻ റെസിപ്പീസ് നിങ്ങൾക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ചാനലിൻ്റെ ഗ്രോത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരിലേക്കും നല്ല റെസിപ്പീസ് എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. With love, Marine Teacher.